ആണികൾക്ക് വലിപ്പമുള്ള മുൾമുടി തലയിൽ തറച്ച് യേശു എന്ന് പറയുന്ന ആ ദൈവപുത്രനെ കാൽവരിയിൽ കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതൊരു സാധാരണ മരണമായിരുന്നില്ല, ഒരബദ്ധവശാൽ മരണമായിരുന്നില്ല. ഇന്നേക്ക് ലോകമുണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യരാശി ഉണ്ടാകുന്നതിന് മുമ്പ് യഹോവയായ ദൈവം തന്റെ തിരുഹൃദയത്തിൽ, തന്റെ ഹൃദയത്തിനകത്ത് കണ്ട പ്ലാനാണ്, പദ്ധതിയാണ് ദൈവസഭ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ സ്ഥാപകൻ യേശു ഭൂമിയിലേക്ക് കടന്നു വരണമെന്നുള്ളതും യേശുവിന്റെ പാപമുഖാന്തരം സർവ്വ പാപികളും മാനസാന്തരപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരിക്കുകയാണ്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ പിടഞ്ഞു മരിച്ച യേശുവിന്റെ രക്തം ഇന്നും അത് പച്ചനിറമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാൻ കഴിയും, ഹല്ലേലൂയ, യേശുവിനെ ക്രൂശിച്ചു കൊന്ന കാപാലികർ, ആ റോമൻ പടയാളികൾ യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തു. 3-ാം ദിവസം റോമൻ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ച് യേശു പുറത്തു വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ലോകത്തിൽ ആർക്കും അടക്കി വെക്കാൻ കഴിയാത്ത, ആർക്കും കല്ലറയിൽ അടക്കാൻ കഴിയാത്ത യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു. അതിനു മുമ്പ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി വിശുദ്ധന്മാരെ ചേർത്ത് യേശു സ്വർഗത്തിൽ പോയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യേശു തന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഇനിയും കാണിച്ചുകൊണ്ടിരിക്കുക. കാരണം വേറൊന്നുമല്ല, യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് ശിഷ്യന്മാർക്ക് 500-ൽ പരം ശിഷ്യന്മാർ പ്രത്യക്ഷനായി. യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത സമയത്ത് ശിഷ്യന്മാർ നോക്കി നിൽക്കെ യേശു പറഞ്ഞു, പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന് ഞാൻ പോയതുപോലെ വീണ്ടും വരാൻ പോകുകയാ, ഞാൻ പോയതുപോലെ വീണ്ടും വരാൻ പോകുക. യേശു വരാൻ കാലമായി. യേശുവിന്റെ വരവിന് ഉള്ള ലക്ഷണങ്ങൾ നടക്കുകയാണ്. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും എന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം അസന്നിഗ്ധമായി പറയുകയാണ്, ഇത് യുദ്ധശ്രുതികളെ കുറിച്ചല്ല കേൾക്കുന്നത്, യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പലസ്തീനും ഇസ്രായേലുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യയും ഉക്രൈനുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നേരത്തെ പത്രം വായിച്ചവർക്കറിയാം, ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കോടീശ്വരന്മാരുടെ മക്കൾ, പ്രിയപ്പെട്ടവർ, പാത്രമെടുത്ത് ഭിക്ഷക്കാരായി നിൽക്കുന്ന അനേകായിരങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ പലായനം ചെയ്തു, സ്വന്തം ഭവനം ഉപേക്ഷിച്ച്. യുദ്ധം നാശം വരുത്തി വെക്കുമ്പോൾ ഒരു കാര്യം ഓർത്താണ്, ഇതിപ്പോൾ പറഞ്ഞതല്ല, വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പറഞ്ഞു, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. അങ്ങനെയെങ്കിൽ യുദ്ധം കണ്ട് മടുത്തിരിക്കേണ്ട ഒരു കാര്യം ഉറപ്പാ, കർത്താവ് വരാൻ ഇനി കാലമധികമില്ല. കർത്താവ് വരാൻ കാലം ഇനി അധികമില്ല. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ പിടഞ്ഞ് മരിച്ച ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പറയാൻ ഒരു സാക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശു അല്ലാതെ ഒരു നാമവുമില്ല. അനേക വിശുദ്ധന്മാർ, അനേക വിശുദ്ധമതികൾ ജനിച്ച് മരിച്ചു പോയ ഭൂമിയാണ് നമ്മുടെ ലോകം, മറിച്ച് കേരളം. അനേക മനുഷ്യ ദൈവങ്ങൾ, അനേക ഭക്തന്മാർ മരിച്ചു. പക്ഷെങ്കിൽ ഒരു മനുഷ്യനും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല. അഥവാ ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇനിയും ഞാൻ വേഗം വരുമെന്ന് വിളിച്ചു പറയാൻ തന്റെ ഇടമുള്ള ഒരു വിശുദ്ധനും ഇന്ന് ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാൻ പോകുന്നതുമില്ല. ഏതെങ്കിലും ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ പാപക്കറകളെ, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കുക. നിങ്ങൾ പാപത്തിന് അടിമപ്പെട്ടതാണോ? മദ്യത്തിനും മയക്കുമരുന്നും നിങ്ങൾ അടിമയാണോ? നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മദ്യപാനിയാണോ? നിങ്ങളുടെ തലമുറ വഴിപിഴച്ചു പോകുന്നുണ്ടോ? സന്മാർഗം ഉപദേശിച്ചു തരുവാൻ ഒരേ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. പാപത്തിന്റെ പരിണതഫലമായി ലോകത്തിൽ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയുന്ന യേശുവിന്റെ പുണ്യാക രക്തത്തിൽ ഇന്ന് സന്ധ്യയിൽ നിങ്ങൾ വിശ്വസിക്കും. അതിനുവേണ്ടി നിങ്ങൾ പണം മുടക്കണ്ട, നിങ്ങൾ മെഴുകുതിരി